പുള്ളിക്ക് എന്താണ് സമനില തെറ്റി. ഇവരെന്താ വിചാരിച്ചത്, ഇതിന് മേത്തെന്തോ കയറിയിരിക്കാണ്. അങ്ങനെ എന്നെ കാണാൻ രാവിലെ ഇവിടെ കൊടുന്നു. ഇവരെല്ലാരും കയ്യും കുതറിയിട്ട് എന്താക്കി, ഓള് എന്റെ ലൈവ് നടത്തുന്ന അവിടെ കൂടി. അങ്ങനെ 2-3 ആളുകൾ അവളെ വന്ന് പിടിച്ചു. അപ്പോഴാണ് വിടി 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 എന്ന് പറയുന്നത്. ഞാൻ പോകൂല, ഞാൻ തങ്ങളത്ത് പോയിട്ട് ഞാൻ അതാണല്ലോ വാർത്ത പിടിച്ചത്. ഞാൻ ലൈവിന്ന് ഓടി വന്നിട്ട് ഞാൻ കണ്ട പറഞ്ഞു, മാനസിക പ്രശ്നമാണ്, വേഗം ആശുപത്രി കൊണ്ട്. എന്താ നീ മാറ്റാഞ്ഞ്? വേഗം അതല്ല. പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എല്ലാവർക്കും പലതുണ്ട്. ആ പന്ത് കളിച്ചിരുന്നു ഇവിടെ കൊടുക്കുന്നു. മൻസൂർ എല്ലാവരും, മുസ്തഫാബി, തങ്ങൾക്ക് സുഖാണ്, എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഐഷാബി എല്ലാവരും ചെയ്യണം. എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം കേട്ടാ. എല്ലാവരും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം. മാഷാ അല്ലാഹ് ഷമീർ ബാബു തങ്ങൾക്ക് റാഹത്തൻ എല്ലാവരും ചെയ്യണം. ഒരാൾ നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാൾ ഒരു 10 ആളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം മാഷാ അല്ലാഹ് കേട്ടോ. മിസർ മോൻ തങ്ങളെ മറന്നിട്ടില്ല. ഷറഫ് ഗോണിക്കുപ്പ, മൈമൂന മാഷാ അല്ലാഹ് മറന്നതൊന്നുമല്ല. കുറച്ച് ആൾക്കാരെ സുഖന ഷമീർ നമുക്ക് തങ്ങൾ റാഹത്താണ്. നമുക്ക് പരിപാടി തുടങ്ങിയാലേ സുറുബ് മരുന്ന് കൊണ്ട് രോഗങ്ങൾ ശിഫാവുന്നു. ഞാൻ എനിക്ക് പേടിയാ പറയാന്. കാരണം പല ആളുകളും എന്താ തങ്ങളെ പിന്നെ മരുന്നൊന്നും വേണ്ട. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അബ്ദുറഹ്മാൻക്ക് അള്ളാഹു ബർക്കത്ത് കേട്ടോ. കുടുംബത്തിന് അള്ളാഹു ഒരുപാട് കോതമംഗൽ വരുന്നുണ്ട്. കുറച്ചുകൂടി ഒരുപാട് ദൂരല്ലേ. ഞാൻ ഇതില്ലേ നിങ്ങളൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. സലീം അള്ളാഹു പെണ്ണുങ്ങളെ പ്രസവം നല്ല സുഖപ്രസവമാകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ വന്ന വീടൊക്കെ അള്ളാഹു പ്ലീസ് കോൺടാക്ട് മാഷാ 96 56 90 90 96. എല്ലാവർക്കും ഉള്ള ബർക്കത്ത് നൽകട്ടെ. ഇതല്ലേ തങ്ങൾ ആ സഹോദരി കാര്യങ്ങൾ പറഞ്ഞ് വീടെടുത്ത് കൊടുക്കുക എല്ലാവരും. എനിക്ക് പേടിയാണ് ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ കണ്ടോ ചാരിറ്റി ചെയ്യുന്ന ഞാൻ ചോദിച്ചാൽ കിട്ടും. ഞാനൊരു ലൈവ് ഇട്ടാൽ ലക്ഷങ്ങൾ കിട്ടും. എന്താ അറിയോ, ഒരു തങ്ങള് ഞാൻ തെറ്റും ചെയ്യൂല. പക്ഷേ ഒരു തങ്ങള് കാരണം ഒരാള് പറയാം അയാള് അങ്ങനെ കട്ടുപോകും എന്തിനാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് ആ പെണ്ണിന് ആരോ ഇന്ന് ഒരു വാടക കൂടി ഇല്ലാതെ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എവിടെയാണ്, എനിക്ക് വല്ലാത്തൊരു വേദനയായി. ഞങ്ങളോട് പറഞ്ഞു എന്താ അറിയോ, ആരെങ്കിലും ഒരു 2 അതുകൊണ്ട് പറഞ്ഞ ഞാൻ ഇല്ല, ഞാൻ നോക്കൂല. ചാവക്കാട് അടുത്തല്ലേ ബഷീർക്ക് ഞാനുള്ളത്, നിങ്ങളുടെ നാട്ടിലല്ലേ ബഷീർ? ചാവക്കാട് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. നിങ്ങൾക്ക് റാത്തല്ലേ മാഷാ അല്ലാഹ്. എല്ലാവരും എനിക്ക് നിൽപ്പാപ്പാക്ക് ദീർഘായുസ്. പിന്നെ എല്ലാവരും അൽഹംദുലില്ലാഹ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നലെ വന്ന മെസ്സേജിന് ഇന്നൊന്നും മറുപടി കൊടുത്തില്ല. ഞാൻ തരും കേട്ടോ. പിന്നെ ഒരുപാട് പിന്നെ ആൾക്കാര് പിന്നെ അള്ളാഹു 2.5 വയസ്സുള്ള പെണ്ണും ആമീൻ ആ ദുആന മനുഷ്യൻ വിചാരിച്ചു. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പൊന്നുമോനെ രോഗമൊക്കെ മാറി ലൈവിൽ നമുക്ക് കൊണ്ടുവന്നിരിക്കണം. ഒന്നിനുമല്ല, നിങ്ങളെ ആമീന്റെ ഫലം അള്ളാഹു കാണിച്ചു കൊടുക്കും. 96 മാഷാ അല്ലാഹ്. ഞാൻ ആദ്യമായിട്ട് തങ്ങളെ കാണുന്നത്. അൽഹംദുലില്ലാഹ് അബ്ദുൽ ഹഫീസ് ഇന്ന് പരിപാടി 114ാമത്തെ ദിവസം. അള്ളാഹു എത്രയും പെട്ടെന്ന് വീടിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ട് ഇന്ന് നമ്മളെ പരിപാടി 114ാമത്തെ ദിവസമാണ്. 114 27ാമത്തെ ദിവസമാണ്. നിങ്ങൾ പത്രാസുമായി നിങ്ങൾ നടക്കുന്നില്ലേ? മക്കൾ അയച്ചു പൈസ നിങ്ങൾ ചെലവാക്കുന്നില്ലേ? നിങ്ങളെ മക്കളെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കണം. ഈ സമയം നിങ്ങൾക്ക് തസ്ബീഹ് ചൊല്ലിയിട്ട് പടച്ചിറപ്പിനോട് പൊന്നു മക്കളെക്കും ദുആ ചെയ്തുകൂടെ വാപ്പാ? നിങ്ങളൊക്കെ ദുആ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ഞങ്ങളെ പ്രവാസികൾക്ക് ഒരു വിഷമത്തിലാണ്. പ്രവാസികൾ നിങ്ങൾക്കറിയില്ലേ, ഒരുപാട് പ്രവാസികളാണ് ഒരു പൊന്നുമോനെന്ന് വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ. ഒരുപാട് പ്രവാസികൾ നീറുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരാൾക്കും ഒരു വിഷമവും നീ തരല്ലേ അല്ലാഹ്. ഒരാൾക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് മറ്റുള്ളവന്റെ മുന്നിൽ ചെന്നിട്ട്
എന്റെ മക്കള് പട്ടിണിയാണ്, കൊറോണ കാരണം എനിക്ക് ജോലിയില്ല, അതല്ലെങ്കിൽ മറ്റത് കാരണം എനിക്ക് ജോലിയില്ല. കൊറോണ അള്ളാഹു ശിഫയാക്കട്ടെ, അള്ളാഹു മാറ്റി തരട്ടെ. അല്ല ഹാമിദ, ഇന്നൊന്നും നിന്റെ ഫളലും കറാമത്തും ഇല്ലായിരുന്നു അല്ലേ? എല്ലാം അള്ളാഹ് ഷിഫാക്കട്ടെ. എല്ലാവരും ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെടുന്നവരെ ആരുടെ ഉമ്മാന്റെ ചുരച്ചിലല്ലാഹു മാറ്റി കൊടുക്കട്ടെ. കേട്ടാ, നമുക്ക് ധാരാളം സമയം ഒരുപാടായി. എല്ലാ അർഹതയെന്നും നിങ്ങൾക്ക് ആമീൻ. പിന്നെ ഒരുപാട് ആളുകൾ സിഹർ ബാധിച്ച്, കണ്ണേറ് ബാധിച്ച് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാം അങ്ങനെ മറക്കുവോ? ക്ഷീണം മാറി സുബേർക്ക, ക്ഷീണം മാറി ഒരു അൽഹംദുലില്ലാ എന്തറിയില്ല, എല്ലാത്തിലും ഉന്മേഷം. എന്നൊക്കെ ദ്വാരിക്കണ കണ്ടിട്ട് എന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നു. അത് കൊടുങ്ങല്ലൂരിലെ വീട്ടിലിരുന്നപ്പോഴായിരുന്നു ക്ഷീണം. ഇപ്പൊ ക്ഷീണമൊക്കെ മാറിയിരുന്നു തങ്ങളെ. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പോയി വൈകുന്നേരം അൽഹംദുലില്ലാ. ഇത് നാളെയല്ല മറ്റന്നാൾ കണ്ണൂർ പോകാനുണ്ട്, കാസർഗോഡ് പോകാനുണ്ട്, പാണത്തൂര് പോകാനുണ്ട്, തലശ്ശേരി പോകാനുണ്ട്. യാത്രയാണ്. ഒരാൾ വിളിക്കുമ്പോൾ എങ്ങനെ നമ്മള് പോവാതിരിക്കുക? നിങ്ങൾ പറയും. തങ്ങൾക്ക് ഒരുപാട് സന്തോഷം, മാഷാ അല്ലാഹ്. ആ സന്തോഷം ഒന്നും തങ്ങളെ പേര് വിളിച്ചാൽ മതി. വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് പരിഹാരം കാണാം. ഖുർആൻ ഒരു മരുന്നാണ്. ചില ആളുകൾ മരുന്ന് കുടിച്ചാൽ മേത്ത് പിടിക്കൂല. ആലിമീങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ കുറച്ച് ഉസ്താദുമാര് ഒരു സംഘടനയിൽപ്പെട്ട കുറച്ചാളുകള് എന്റെ നാട്ടുകാരെ മതിപ്പില്ല പോലും, അവർക്ക് എന്നെ മതിപ്പില്ല പോലും. അള്ളയുണ്ടേ അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? 24-ാം തീയതി കുറച്ചാള് കമന്റ് എഴുതിയത് നിങ്ങൾ കണ്ടില്ലേ? ഇയാള് ഞങ്ങള് നാട്ടുകാരനാണ്, ഇയാൾ ഈ സംഘടനയുമായിട്ടൊരു ബന്ധവുമില്ല, താഴെ തട്ടുള്ളവരുമായിട്ട് ബന്ധവുമില്ല. ഇതേതാറി പറയുന്നത് വയനാട് SYS യുവജന വിഭാഗം സമസ്ത SKSF കൊടുത്ത പരാതി, സാജിദ് മൗലവി KK അൻവർ. ആ പരാതിനെ പറ്റിയാണ് ഇവന് പറയുന്നത്. ആ പരാതി ഇന്നും ഇവർക്ക് പ്രയോജനം ഉണ്ടായില്ല കേട്ടോ. ഇയാൾക്ക് ഞങ്ങളെ മുമ്പിൽ ഒരു മതിപ്പുമില്ല. അവരല്ലാന്റെ റസൂലിനെ സ്വീകരിക്കാത്തവരാണ്. അല്ലാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ കുടുംബത്തെ സ്നേഹിച്ചാൽ മാത്രമേ നിനക്ക് നിങ്ങൾക്ക് സ്വർഗം തരികയുള്ളൂ. ആ ഇവൻക്ക് SYS യുവജന വിഭാഗം SYS കൊടുത്ത പരാതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഈ നബിയെ എതിർക്കുന്നവരാണെന്നാണ്. ഇവൻ 19-ാം വയസ്സ് മുതൽ വളർന്ന വയനാട് അച്ചൂരിലെ ആളുകൾക്കറിയാം ഇവന്റെ സ്ഥിതി എന്താന്ന്. അതില് സമസ്തക്ക് പരാതി കൊടുത്തത് SYS യുവജന വിഭാഗം KK അൻവർ, സാജിദ് മൗലവി, പിന്നെ ആരായിരുന്നു ഒരാളും പാടെ, ഇങ്ങനെ 3 ആൾ കൂടിയുള്ള പരാതിയായിരുന്നു. ആ പരാതിയാണ് ഇവൻ വിമർശിക്കുന്നത് ആ കാലഘട്ടത്തിൽ. മനസ്സിലായില്ലേ? ആ പരാതിയൊക്കെ വെറുതായി, അതൊക്കെ നമ്മളെ വിഡ്ഢികളാക്കിയെന്നേ ഉള്ളൂ. നാട്ടുകാരെ പകുതി മുക്കാൽ ആളുകളും എനിക്ക് മതിപ്പ് തരുമ്പോ കുറച്ചാളുകൾക്ക് മതിപ്പില്ല പോലും. നാളെ അള്ളാന്റെ കോടതിയില്, അള്ളാഹുവിനൊരു കോടതിയുണ്ട്. ഇതിന് മോശപ്പെട്ട കമന്റ് എഴുതുന്നവർക്കും നമ്മളെ മതിപ്പില്ലാത്തവർക്കും നാളത്തെ കോടതിയുണ്ട്. സുബ്ഹാനല്ലാഹ്, നാളൊരു കോടതിയുണ്ട്. കോടതിയിൽ വെച്ച് നമുക്ക് കാണണം. ആ കോടതിയിൽ വെച്ച് നമുക്ക് കാണണം. മതിപ്പില്ലാത്തവരെ നമ്മളൊക്കെ കാണണം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ മുന്നിൽ മതിപ്പില്ലാത്തത്? 10,000-20,000 മതിപ്പ് തരുമ്പോ കുറച്ചാളുകൾ, സുബ്ഹാനല്ലാഹ്, കുറച്ചാളുകളൊക്കെ നമ്മളോട് മതിപ്പില്ല പോലും. സങ്കടം കൊണ്ട് പറയട്ടോ. ഇന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും ദ്വാരക്കിട്ടോ. എല്ലാവരും ദ്വാ ചെയ്യണേ, എല്ലാവരും ദ്വാരിക്കണേ, എല്ലാവരും ദ്വാരിക്കണേ. അയ്യോ പാലക്കരി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുതലായിട്ട് ഏകദേശം 1 കോടിയോളം രൂപ വരുന്ന വാഹനം തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതെ, ഓക്കെ, അങ്ങനെയാണ് എനിക്കൊരു വലിയ വീട് വെച്ചോളി. പക്ഷെ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഈ ഒരു നൂറ് നബീബ് കൊണ്ട് പേഴ്സണൽ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇപ്പൊ ഒരു കാര്യം, ഈ മക്കളെ കെട്ടിച്ചാൽ പൈസ ബാക്കി